2000 വർഷങ്ങൾക്ക് മുൻപ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവനും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനുമായ സർവശക്തനായ ഈശോ ഇന്നും നമ്മോട് കൂടെയുണ്ട്. ദിവ്യകാരുണ്യമായി അപ്പത്തിൻ്റെ രൂപത്തിൽ അവിടുന്ന് എന്നും നമ്മോട് കൂടെയായിരിക്കുന്നു. ഈ തിരുവോസ്തയിൽ നാഥനെ കണ്ട് ആരാധിക്കുന്നവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ഈ കടലുപോലെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയാൽ ആ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അവിടുന്ന് തന്നോട് ചേർക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ ചെല്ലാനം എന്ന് പറയുന്ന ഒരു കടലോര പ്രദേശത്താണ്. എൻ്റെ ഇടവക ലിറ്റിൽ ഫ്ലവർ ചർച്ച് മറുവാക്കാടാണ്. ഈശോയെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈശോ ആദ്യമായിട്ട് കടന്നു വന്നത്, അല്ലെങ്കിൽ ഈശോയെ ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ചറിയുന്നത് എൻ്റെ 13-ാമത്തെ വയസ്സിലാണ്. അതുവരെയും ഈശോ ആരാണെന്നോ ഈശോ എന്താണെന്നോ ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതും 13 വയസ്സ് വരെയും ഞാൻ ജീവിച്ചതും ഒരു അക്രൈസ്തവനായിട്ടായിരുന്നു. ഞാൻ ജനിച്ചത് ഒരു ക്രൈസ്തവ സഭയിലല്ല, അക്രൈസ്തവനായിട്ടായിരുന്നു ഞാൻ 13 വയസ്സ് വരെയും ഞാൻ ജീവിച്ചത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ മാസാദ്യ വെള്ളിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. ആദ്യമായിട്ട് എല്ലാ മാസാദ്യ വെള്ളിയാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയാണ്. എന്നാൽ ആദ്യമായിട്ട് ആ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു. ഞാൻ ആദ്യം അവനെ എതിർത്തുവെങ്കിലും അവൻ്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കയറിയത്. അത്രയും നാളും ഞാൻ ആ വിദ്യാലയത്തിൽ പഠിച്ചിട്ടും ആ ദേവാലയം ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ആ ദേവാലയത്തിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ ആ കൂട്ടുകാരൻ്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആദ്യമായിട്ട് ആ ദേവാലയത്തിൽ കയറി. ദേവാലയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കാരണം വളരെ പ്രാർത്ഥന നിർഭരമായ ഒരു സ്ഥലം, ഒരു അന്തരീക്ഷം, എങ്ങും നല്ല നല്ല രൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. കാരണം ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സുകാരെ ലൈനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ 8-ാം ക്ലാസ്സുകാരെ ലൈനിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന പോലെ, അവർ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ആ കൂട്ടുകാർ പറഞ്ഞു, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന പോലെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ്റെ കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ആനവാതിലിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ആ വാതിലിൽ ആരോ എന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു അനുഭവമാണ്. ഏതോ ഒരു അദൃശ്യ ശക്തി, കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരോ എന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഞാൻ നോക്കി, എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ ആ പള്ളിയിൽ നിന്നും ആ ആനവാതിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. അവസാനം ഞാൻ അവിടെ ആ ആനവാതിലിൻ്റെ സൈഡിൽ ആ ഭിത്തിയെ ചാരി ചമ്രം പതിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കുർബാനയുടെ പ്രാരംഭ ഗാനം തുടങ്ങി. കുട്ടികളെല്ലാവരും എഴുന്നേറ്റിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടി പോയില്ല, ഞാൻ അവിടെ നിലത്ത് തന്നെ ഇരിക്കുകയാണ്. ലാറ്റിൻ കുർബാനയായിരുന്നു. കുട്ടികളെല്ലാവരും നന്നായിട്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രാർത്ഥന, ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടുകൾ. എങ്കിലും ഞാൻ അവിടെ തമാശയോടുകൂടി തന്നെ ഞാൻ അവിടെ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛൻ തിരുവോസ്തി ഉയർത്തിയിട്ട്, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടു. എന്നെ ഒരുപാട് നോവിച്ച ഒരു കാര്യമായിരുന്നു അത്. കാരണം ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ അർപ്പിക്കപ്പെടുന്ന, ഞാൻ നൽകുന്ന എൻ്റെ ശരീരം. അപ്പോഴാണ് ശരിക്കും അൾത്താരയിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലുന്ന, കുർബാന അർപ്പിക്കുന്ന വൈദികനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഞങ്ങളെ സ്കൂളിൻ്റെ മാനേജർ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനിങ്ങനെ തിരുവോസ്തി ഉയർത്തിയിട്ട് അച്ഛനിത് പറഞ്ഞു,
അച്ഛൻ ഉയർത്തിയ ആ തിരുവോസ്തിയിലേക്ക് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ കയ്യിൽ ജീവനുള്ള ഒരു ഹൃദയം വരുന്ന തുടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ശ്രദ്ധിച്ച് നോക്കി. ആ ഹൃദയം തുടിക്കുന്നതനുസരിച്ച് അച്ഛൻ്റെ കൈ ചലിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന സമയത്ത് കണ്ണ് ചിമ്മാതെ ഞാൻ നോക്കുമ്പോൾ ലൈവായിട്ട് ഞാൻ കാണുന്നത് എങ്ങനെയാണ്, അച്ഛൻ്റെ കയ്യിൽ ആ ഹൃദയം ഇരുന്ന് രണ്ടായിട്ട് പൊട്ടി പിളർന്നിട്ട് ആ ഹൃദയത്തിൽ നിന്നും താഴേക്ക് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അച്ഛൻ തിരുവോസ്തി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ രണ്ട് കൈയിലൂടെയാണ് താഴേക്ക് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്ലഡ് വന്ന് വീഴുന്നത് ആൾത്താരയിലെ വെള്ള വസ്ത്രത്തിലേക്കാണ്. ആ വെള്ളത്തുണി ഏകദേശം 3/4 ഭാഗത്തോളം ചുവന്ന കളറായി മാറി. എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. കാരണം ഇത്രയേറെ ബ്ലഡ്, ഇത് ആരുടെ ബ്ലഡാണ്, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. കാരണം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത്രയേറെ ബ്ലഡ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കണ്ണടച്ച് പിടിച്ചു. കാരണം എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് പിടിച്ചു. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഞാൻ ആ തിരുവോസ്തിയിലേക്ക് നോക്കി. ഞാൻ രണ്ടാമത് നോക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരത്ഭുതം ഞാൻ അവിടെ കാണുകയായിരുന്നു. കാരണം ഞാൻ രണ്ടാമത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ആ തിരുവോസ്തി ഞാൻ കാണുന്നില്ല. അത്രയും സമയം കണ്ട ആ ഹൃദയം ഞാൻ കാണുന്നില്ല. ആ ബ്ലഡ് ഞാൻ കാണുന്നില്ല. പകരം ശരീരമാസകലം മുറിവേറ്റ ഒരു പച്ചയായ ഒരു മനുഷ്യൻ ആൾത്താരേക്ക് നടുവെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത്രയേറെ മുറിവുകളുമായിട്ട് ഒരു മനുഷ്യനെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയേറെ മുറിവുകളുള്ള ഒരു ശരീരം, അടിച്ച് തകർക്കപ്പെട്ട ഒരു ശരീരം. ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ട 2 ഭാഗമാണ്. ആ മനുഷ്യൻ്റെ വലതുവശത്ത് ഇങ്ങനെ അടിച്ച് തകർക്കപ്പെട്ടിട്ട് മാംസം പോലും ഇല്ല. അസ്ഥി വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കാരണം വളരെ വിരൂപമായൊരു മുഖം, കണ്ണുകളൊക്കെ എന്തോ കൊണ്ട് അടിച്ചു കുത്തിയിട്ട് താഴേക്ക് പറഞ്ഞു തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വളരെ വിരൂപമായൊരവസ്ഥയിലാണ് ആ മുഖം ഞാൻ കാണുന്നത്. എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. ഞാൻ ആ പള്ളിയുടെ ഏറ്റവും പിറകിലിരുന്ന് കരയാൻ തുടങ്ങി. കാരണം ഇതാരാണെന്നോ ഇതെന്താണ് സംഭവിക്കുന്നതെന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ആ അൾത്താരയിൽ ഈശോ അനുഭവിച്ച പീഡാനുഭവം മുഴുവൻ ഞാൻ അൾത്താരയിൽ കാണുകയാണ്. ഇന്നാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ ബൈബിൾ വായിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷ പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടതാണ് ഈശോയുടെ പീഡാനുഭവം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്ന് മനസ്സിലാക്കിയതാണ് ഈശോയുടെ പീഡാനുഭവം. പക്ഷെ അന്ന് ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 13 വയസ്സുള്ളപ്പോൾ ഈശോയുടെ പീഡാനുഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈശോ അനുഭവിച്ച എല്ലാ പീഡകളും ഞാൻ ആ ആൾത്താരെ ഞാൻ കാണുകയാണ്. ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതും, ഈശോയെ കാർക്കിച്ച് തുപ്പുന്നതും, കണ്ണ് കെട്ടിയിട്ട് ഈശോയുടെ മുഖത്തിട്ട് ഇടിക്കുന്നതും, ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നതും, അവസാനം ഈശോയുടെ ശിരസിലേക്ക് 2 പേര് വന്ന് ആ മുൾക്കിരീടം തറച്ച് കയറ്റുന്നതും, ഇത് ഒത്തിരി വേദനയോടുകൂടിയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു മനുഷ്യൻ വന്ന് ഈശോയുടെ മുഖത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു. അടി കൊണ്ടതും ആ മുറിവേറ്റ മനുഷ്യൻ ആൾത്താരയിലേക്ക് കമിഴ്ന്ന് വീഴുകയാണ്. കമിഴ്ന്ന് വീണ് വളരെ ആയാസപ്പെട്ടാണ് ആ മനുഷ്യൻ പിന്നീട് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിട്ട് ഏറ്റവും പിറകിലിരിക്കുന്ന എന്നെയാണ് നോക്കുന്നത്. ആ പള്ളിയിൽ അത്രയേറെ കുട്ടികളുണ്ടായിട്ട്, അത്രയേറെ മനുഷ്യരുണ്ടായിട്ട്, അത്രയേറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നിട്ട് വേറെ ആരെയും ആ മുറിവേറ്റ മനുഷ്യൻ നോക്കുന്നില്ല. ഏറ്റവും പിറകിലിരിക്കുന്ന എന്നെ നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പീഡ അനുഭവിക്കുന്നത്. ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ട് ഇപ്പോൾ മരിക്കാൻ വേണ്ടി പോവുകയാണ്. 13 വയസ്സ് വരെയും ഞാൻ ഈ ഭൂമി ജീവിച്ചിട്ട് ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് ഞാൻ ആദ്യമായിരുന്നു. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു. ആ ദൈവം എന്നോട് പറയുക, മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ കുരിശിൽ മരിക്കാൻ വേണ്ടി പോയ. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഈശോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതാണ്. അന്ന് വരെയും ഞാൻ ആ പള്ളിയിൽ ഞാൻ കാലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ പള്ളി ഞാൻ കാണുന്നുണ്ട്, എന്നാൽ ആ പള്ളിക്കകത്തുള്ള
ഈശോയെ ഞാൻ കണ്ടുപിടിച്ചത്, ഈശോയെ ഞാൻ കണ്ടെത്തിയത് അന്നത്തെ ആ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ആ കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പങ്കെടുത്തപ്പോഴാണ്. അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഈശോയെ കണ്ട്, ഈശോയെ വിസിറ്റ് ചെയ്ത്, ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും ക്ലാസ് മുറിയിലേക്ക് വരുന്നത്. കാരണം അന്ന് മുതൽ ഈശോ എൻ്റെ എല്ലാമായി തീർന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹമാണ് ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. താൻ തിരിച്ചറിഞ്ഞ് ഈശോയെ സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ച ഈ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നു. തന്നെ സ്നേഹിച്ച ദിവ്യനാഥനെ ഇദ്ദേഹവും ഏറെ സ്നേഹിച്ചു, ജീവിതം മുഴുവൻ സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയായിട്ട് ഞായറാഴ്ച ദിവസം ചെറിയ ചെറിയ പ്രെയർ ഗ്രൂപ്പിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ചെല്ലാനത്ത് കണ്ണമാലിപ്പള്ളിയിൽ യുവജനങ്ങൾ ധ്യാനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാണി അച്ഛനെ, ജോസഫ് ഉപ്പാണി അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത്. അച്ഛനെ പരിചയപ്പെട്ട് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ 2 മാസത്തെ വെക്കേഷന്, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 2 മാസത്തെ വെക്കേഷന് അച്ഛൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് അച്ഛനെ വിളിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഏകദേശം 3.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തൊക്കെയും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു വേദന ഇതായിരുന്നു, എല്ലാവരും ഈശോയെ സ്വീകരിക്കുന്നു, അപ്പത്തിൻ്റെ രൂപത്തിൽ എല്ലാവരും ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം സ്വീകരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ എല്ലാവരും പോലെ എനിക്കും അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങയെ സ്വീകരിക്കണം. ഒരു ദിവസം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, അനേകായിരങ്ങൾ വരുന്ന ഒരു പ്രെയറാണ്. ആ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അന്ന് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കുർബാന സ്വീകരണത്തിന് സമയത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്ന് സിസ്റ്റേഴ്സ്, അച്ഛന്മാർ വിശുദ്ധ കുർബാന നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ കണ്ണടച്ചിരുന്ന് മനസ്സിൽ ഈശോയെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് വിശുദ്ധ കുർബാനയുമായി വന്ന ഒരു സിസ്റ്റർ, കുർബാനയുമായി വന്നത് ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ച് സിസ്റ്റർ എൻ്റെ കയ്യിൽ തട്ടി. എന്നിട്ട് ദിവ്യകാന ഈശോയെ എൻ്റെ നാവിലേക്ക് നീട്ടി തന്നു. എനിക്കപ്പോൾ വളരെ വേദനയോടെ പറയേണ്ടി വന്നു, വേണ്ട എന്ന്. എൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. കാരണം ഈശോ ദിവ്യകാരുണ്യമായിട്ട് തൊട്ടടുത്ത് വന്നിട്ട് പോലും എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ല, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അന്ന് ആ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയിട്ട് സാഷ്ടാംഗം വീണ് മുഴുവൻ സമയം ദിവ്യകാരുണ്യം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ചാപ്പൽ, ആ ചാപ്പലിൽ സാഷ്ടാംഗം വീണ് ഞാൻ ഈശോയുടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് അങ്ങയെ സ്വീകരിക്കണം, അപ്പത്തിൻ്റെ രൂപത്തിൽ എനിക്ക് അങ്ങയെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അത്രയേറെ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ അങ്ങയെ സ്വീകരിക്കുവാൻ, അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും അത് മാറ്റിത്തരണം, മാറ്റി തന്നേ പറ്റൂ. അങ്ങനെ ഞാൻ ആ കുർബാനയുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പി നിന്ന് ആ ദിവ്യകാന ഈശോയെ നോക്കി ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറയും നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതിന് എൻ്റെ അപ്പനും അമ്മയും എന്തെങ്കിലും ഒരു തടസ്സം പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാൻ വരത്തില്ല, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വരത്തില്ല. അതിനുള്ള തടസ്സങ്ങളെല്ലാം ഈശോയെ നീ മാറ്റിത്തരണം. അങ്ങനെ പ്രാർത്ഥനയോടെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് സന്തോഷത്തോടെ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ സ്വീകരിച്ചു. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം കാണുകയാണ്. അവരൊന്ന് കാപ്പിയൊക്കെ തന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ അവിടെ നിന്ന് ഞാൻ പോരുമ്പോൾ എനിക്ക് ഒത്തിരി ധൈര്യമായിരുന്നു എൻ്റെ അപ്പനോടും അമ്മയോടും പറയാം. എന്നാൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ധൈര്യമെല്ലാം പോയി. ഇതെങ്ങനെ പറയണമെന്നോ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം 15 വയസ്സേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും കൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു തീരുമാനമെടുത്തു. ഞാൻ ചോദിച്ചു എന്നതാ? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞെങ്ങനെയാണ്, ഇന്നലെ വൈകുന്നേരം ഞങ്ങളിവിടെ വികാരിച്ചനെ ചെന്ന് കണ്ടു, അച്ഛനോടും ഞങ്ങളെടുത്ത തീരുമാനം ഇതാണ്, അച്ഛനോട് സംസാരിച്ച കാര്യം ഇതാണ്, നമുക്ക് ഒരുമിച്ച് മാമോദിസ സ്വീകരിക്കാം. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാൻ തലേ ദിവസം മുഴുവൻ സമയവും ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വളരെ ദൂരെ ആയിരിക്കുന്ന, ചെല്ലാനത്തായിരിക്കുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്
കർത്താവ് കൃപ തന്നു. ഞാൻ കൂടുതൽ സമയങ്ങൾ ചുറ്റുധ്യാനത്തിലായിരിക്കുമ്പോൾ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വിളി ഇതല്ല, എൻ്റെ വിളി കുട്ടികളുടെ ഇടയിലാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 17 വർഷത്തോളമായിട്ട് ഞാൻ കുട്ടികളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ ഈശോയെ കൊടുക്കുകയാണ്. എവിടെ ചെന്നാലും ഞാൻ ഏറ്റവും അധികം കുട്ടികളോടായാലും യുവജനങ്ങളോടും പറയുന്നത്, നിങ്ങൾ ദിവ്യഗാന ഈശോയെ സ്നേഹിക്കുക. കാരണം ആ ദിവ്യഗാനത്തിൽ ജീവിക്കുന്ന ദൈവമുണ്ട്.